ഹലോ ഹായ്, ഞാൻ നൗഷാദ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്കൊരു മാവിൻ്റെ തൈ എങ്ങനെ ഗ്രാഫ്റ്റിംഗ് ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമുക്കതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിന് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം. അത് നമുക്ക് ആദ്യം പരിചയപ്പെടാം. ആദ്യം വേണ്ടത് ഇതുപോലുള്ളൊരു റൂട്ട് സ്റ്റോക്കാണ്. റൂട്ട് സ്റ്റോക്ക് നമുക്ക് നമ്മുടെ പറമ്പിലൊക്കെ നമ്മൾ കഴിച്ചതിന് ശേഷം കളയുന്ന സീഡുകൾ മുളച്ച തൈകൾ ഉണ്ടാവും. നമുക്ക് കാണാം, ഈ മഴക്കാലങ്ങളിലൊക്കെ മുളച്ചിട്ട് കാണാം. അത് ഇതുപോലുള്ളൊരു ഗ്രോ ബാഗിലേക്ക് ആക്കിയാൽ മതി. ഗ്രോ ബാഗിലേക്കായി വേരുകളൊക്കെ വളർന്നതിന് ശേഷം നമുക്ക് ഗ്രാഫ്റ്റിംഗ് ചെയ്തെടുക്കാം. അത് എങ്ങനെയാണ് നമുക്കൊന്ന് ആദ്യം നോക്കാം. അതിനാദ്യം നമുക്ക് വേണ്ടത് ഇതുപോലുള്ളൊരു മാവിൻ്റെ ഒരു റൂട്ട് സ്റ്റോക്കാണ് വേണ്ടത്. അതിനുശേഷം നമുക്ക് വേണ്ടത് നമുക്കൊരു കത്തി വേണം, ഗ്രാഫ്റ്റിംഗ് കത്തി. ഇതിപ്പം കുറച്ച് വില കൂടിയ കത്തിയാണ്, ഇതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു കത്തി ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കൊരു 20 രൂപയുടെയൊക്കെ ടെർമോക്കോൾ മുറിക്കുന്ന കത്തി നമ്മുടെ സ്റ്റേഷനറി കടയിലൊക്കെ കിട്ടും. അത് വാങ്ങിച്ചാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് നമുക്ക് ഇതുപോലുള്ളൊരു കട്ടറാണ് വേണ്ടത്. ഇനി കട്ടർ ഇല്ലെങ്കിൽ നമുക്ക് മൂർച്ചയുള്ളൊരു കത്തി കിട്ടിയാലും മതി. പിന്നെ നമുക്ക് വേണ്ടത് എന്താ, ഇതുപോലുള്ളൊരു ഗ്രാഫ്റ്റിംഗ് ടാപ്പ് വേണം. ഇത് കണ്ടില്ലേ, ഇതുപോലുള്ളൊരു ഗ്രാഫ്റ്റിംഗ് ടാപ്പ് വേണം. ഇനി ഇതുപോലുള്ള ഗ്രാഫ്റ്റിംഗ് ടാപ്പ് നിങ്ങൾക്ക് കിട്ടാനില്ലെങ്കിൽ നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന സഞ്ചി നമ്മൾ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്താൽ മതി. പക്ഷേ ആ സഞ്ചി നമുക്ക് വലിഞ്ഞ് കിട്ടുന്ന ടൈപ്പ് ആയിരിക്കണം എന്ന് നിർബന്ധമാണ്. പിന്നെ നമുക്ക് വേണ്ടത് എന്താ, ഇതുപോലുള്ളൊരു സഞ്ചി. ഇത് നമുക്ക് വീട്ടിലേക്ക് ഇഷ്ടംപോലെ ഉണ്ടാവും, നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന വെള്ള സഞ്ചി. ഇത് ഒന്ന് വേണം. ഇനി നമുക്ക് വഴിയെ ബാക്കി എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞു തരാം. നമുക്ക് വേണ്ടത്, നമുക്ക് ഇതിലേക്ക് ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് മാവിൻ്റെതാണ്, ഒന്നിക്ക് നാംഡോക്കിൻ്റെത് വേണമെങ്കിൽ നാംഡോക്കിൻ്റെ, ഇനി കുറ്റിയാട്ടൂർ വേണമെങ്കിൽ അത് മൂവാണ്ടൻ്റെത് വേണമെങ്കിൽ, അങ്ങനെ നമ്മുടെ പറമ്പിൽ ഉള്ള നല്ല കായ്ക്കുന്നതായിട്ടുള്ള മാവിൻ്റെ സയൺ വേണം. അത് ഏത് മാവിൻ്റെ സയൺ ആയാലും ആ സയൺ സെലക്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചെടുക്കണം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഏത് മാവിൻ്റെ സയൺ ഇതിലേക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പം നമുക്ക് സയൺ സെലക്ട് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മൾ സയൺ സെലക്ട് ചെയ്തെടുക്കുമ്പോൾ കായ്ച്ച മാവിൻ്റെ സയൺ തന്നെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ അത് കായ്ക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് അതിൻ്റെ ഒരു ഗുണം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് കിട്ടണമെങ്കിൽ നമ്മൾ കായ്ച്ചതിൻ്റെ തന്നെ സെലക്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അത് ഏത് മാവിൻ്റെതായാലും നമുക്ക് സുഹൃത്തുക്കളുടെ വീട്ടിലുണ്ടാവും, അതുപോലെ നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടാവും. ആ ഒരു ഗുണം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ സയൺ സെലക്ട് ചെയ്തെടുക്കുമ്പോൾ ഞാനിതാ ഇവിടെ നിന്നാണ് നിൽക്കുന്നത്. ഇതൊരു പ്രൂണിങ്ങും കൂടിയായി. ഇതിൻ്റെ മുകളിൽ സെലക്ട് ചെയ്യുമ്പോൾ ഡ്രമ്മിലൊക്കെ ഉള്ളതിന് പ്രൂണിങ്ങും കാര്യങ്ങളൊക്കെ വേണം. എങ്കിൽ മാത്രമേ നമുക്കിത് ബുഷായിട്ട് വളർത്തി കഴിഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് വളർത്താൻ പറ്റുള്ളൂ. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് ചെയ്യുന്നതാണ്. അപ്പം അതിനുശേഷം നമ്മൾ എന്ത് വേണം, ഇതുപോലെ ഈ ലീഫുകൾ കംപ്ലീറ്റ് നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നീക്കം ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ സയൺ സെലക്ട് ചെയ്ത് ഇതിൻ്റെ ലീഫുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ സയൺ സെലക്ട് ചെയ്തെടുക്കുമ്പോൾ മുകുളങ്ങൾ വരുന്ന സയൺ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഗ്രാഫ്റ്റിംഗ് പെട്ടെന്ന് സക്സസ് ആകുകയുള്ളൂ. ഇത് പെട്ടെന്ന് നമുക്ക് മുകുളങ്ങൾ വരുന്നതാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മൾ നാംഡോക്കുമായിട്ട് സയൺ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ, ഞാൻ നേരത്തെ പറഞ്ഞു കട്ടർ വേണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കട്ടർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, കത്തി ഉപയോഗിച്ചിട്ട് ചെയ്താലും മതി. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു റൂട്ട് സ്റ്റോക്കിൻ്റെ ഏത് ഐറ്റിൽ നമുക്ക് വേണം എന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കുക. ഞാനിതാ ഈ ഒരു ഐറ്റിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതങ്ങ് കട്ട് ചെയ്തെടുക്കുക. അതിനാണ് ഞാൻ കട്ടർ വേണം എന്ന് പറഞ്ഞത്. കട്ടർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു കത്തി ആയാലും മതി. അതിനുശേഷം നമ്മൾ എന്ത് വേണം, നമ്മളിതിപ്പോൾ കട്ടറിനെ കൊണ്ട് മുറിച്ചതിന് ശേഷം ചെറിയൊരിങ്ങനെ ഞതഞ്ഞിട്ടുണ്ടാവും. അതെന്ത് ചെയ്യുക, നമ്മൾ അവിടെ ഒന്ന് ഈ കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് ചെത്തി കൊടുക്കുക, ഒന്ന് ഷെയ്പ്പായി കൊടുക്കുക. ഞതഞ്ഞ ഭാഗങ്ങൾ കളഞ്ഞു കൊടുക്കുക. കണ്ടില്ലേ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ റൂട്ട് സ്റ്റോക്കിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് ഏതൊരു കൊച്ചു കുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്, ഒരു ഗ്രാഫ്റ്റിംഗ് രീതിയാണ് ഞാനിത് കാണിക്കുന്നത്. ഗ്രാഫ്റ്റിംഗ് രീതി നമുക്ക് ഒരുപാടുണ്ട്, പക്ഷേ ഇത് നമുക്ക് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ഒരു കൊച്ചു കുട്ടിക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാഫ്റ്റിംഗ് രീതിയാണ് ഞാനിത് കാണിക്കുന്നത്. അതുപോലെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും എനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക. അപ്പം നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കി ഇതുപോലെ ഒന്ന് വളർന്നു കൊടുക്കുക. കീറി കൊടുത്തിട്ടുണ്ട്. കീറി കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്ത് വശമൊന്നും തൊടാനൊന്നും പാടില്ല. അതിനുശേഷം നമ്മൾ എന്ത് വേണം, സെലക്ട് ചെയ്തെടുത്ത സയണ് നമുക്ക് ഇത്രയും നീളത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വെച്ചിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം നമ്മൾ ഇതിന് ചെയ്യാനുള്ളത് ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിക്കോ, നമ്മൾ ചെരിച്ച്
ചെരിച്ച് വി ആകൃതിയിൽ ഇതിനെ ഒന്ന് ചെത്തി കൊടുക്കുക. ഈ സൈഡും ഇതുപോലെ നമ്മൾ വി ആകൃതിയിൽ ചെത്തി കൊടുക്കുക. അതായത് നമ്മളൊരു ആപ്പിൻ്റെ രൂപത്തിലായിരിക്കണം ഇത് ചെത്തി കൊടുക്കേണ്ടത്. ചെത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അടിഭാഗം ഞാൻ കുറച്ചുകൂടെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ചെത്തി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു രീതിയിലായിരിക്കണം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഇതാ വി ആകൃതിയിൽ നമ്മൾ ചെരിച്ച് ചെത്തണം. ഇത് ചെത്തിക്കൊടുത്തതിന് ശേഷം യാതൊരു കാരണവശാലും നമ്മൾ ഇതിൻ്റെ അകത്തെ വശം നമ്മൾ കൈ കൊണ്ട് തൊടാൻ പാടില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതാ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ. നമ്മളിത് കീറിക്കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഇതുപോലെ നമ്മൾ ഇതിലേക്ക് നമ്മൾ ഇറക്കി വെക്കുക. ഇതാ ഇറക്കി ഇങ്ങനെ താഴ്ത്തി വെക്കുക. നമ്മൾ എത്രത്തോളം ഇത് ചെത്തി അതിനനുസരിച്ചിട്ടാണ് കീറേണ്ടത്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഇതുപോലെ ഇതാ ചേർന്നിരിക്കണം. ഈ തൊലിയും തമ്മിൽ ഒരു ഭാഗമെങ്കിലും നമ്മളിപ്പം വണ്ണം കൂടി, ഇപ്പം റൂട്ട് സ്റ്റോക്കിന് വണ്ണം കൂടി അല്ലെങ്കിൽ സയണിന് വണ്ണം കൂടി നമുക്ക് പ്രശ്നമില്ല, കുറച്ച് പുറത്ത് നിന്നോട്ടെ. ഇതിപ്പം നമുക്ക് ഏകദേശം സെയിം ആണ്. ഇതാ നിങ്ങൾക്ക് ഈ വശവും കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാ ഇത് വണ്ണം സെയിം ആണ്. നിങ്ങൾക്കിപ്പം വണ്ണം സെയിം ആയിട്ട് കിട്ടണം എന്നില്ല. ഇനി അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ചേർത്തിരിക്കണം. അതായത് ഇതിൻ്റെ തൊലിയും തമ്മിലാണ് ഒട്ടിപ്പിടിക്കുക. അതുകൊണ്ടാണ് ഈ തൊലിയും തമ്മിൽ ചേരുന്ന രീതിയിൽ. ഇനി അകത്തേക്ക് കയറ്റിയിട്ട് നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ് ആകണമെന്നില്ല. ഇതുപോലെ നമ്മൾ തൊലിയും തമ്മിൽ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മളിത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഗ്രാഫ്റ്റിംഗ് ടേപ്പ് എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രാഫ്റ്റിംഗ് ടേപ്പ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പ്ലാസ്റ്റിക് ആയാലും മതി. അത് നിങ്ങൾ കീറി ഈ ഒരു രൂപത്തിലാക്കിയാൽ മതി. അതിനുശേഷം അടിയിൽ നിന്ന് മുകളിലേക്ക് ചുറ്റി കൊടുക്കുക. ഇതാ അടിഭാഗത്ത് നിന്ന് മുകളിലേക്ക് വേണം നമ്മൾ ഈ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഉപയോഗിച്ചിട്ട് ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ അടിയിൽ നിന്ന് മുകളിലേക്ക് ചുറ്റി കൊടുക്കുന്നത് വെള്ളം ഇതിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതിലേക്ക് അത്യാവശ്യം വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മുടെ ഈ ഗ്രാഫ്റ്റിങ്ങിൻ്റെ അകത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിയിൽ നിന്ന് മുകളിൽ ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അതിനുശേഷം മുകളിൽ നിന്ന് താഴേക്കും നമ്മൾ ചുറ്റി കൊടുക്കുക. ഇതാ ചുറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ വലിയുന്ന ടേപ്പ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞത്, ഇത് ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ആയതുകൊണ്ട് വലിയും. നിങ്ങൾ ഇനിയിപ്പം ഗ്രാഫ്റ്റിംഗ് ടേപ്പ് അല്ല പ്ലാസ്റ്റിക് ആണെങ്കിൽ അത് വലിയുന്നത് തന്നെ സെലക്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിതാ ഇതിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ വലിയും. ഇങ്ങനെ വലിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതാ ഇങ്ങനെ നമ്മൾ ആ ഗ്രാഫ്റ്റിങ്ങിൻ്റെ മുകളിൽ നിന്നും വെള്ളം ഇറങ്ങാത്ത രീതിയിൽ ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതാ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ച് ഇതിൻ്റെ അടിയിലെ ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ അകത്തെ വശത്തെ കൂടി ഇങ്ങനെ നമ്മൾ ആ ടേപ്പിനെ ഇങ്ങ് പുറത്തെടുക്കുക. ഇതാ ഇങ്ങനെ എടുത്ത് ഇവിടെ നമ്മളൊരു കെട്ടിട്ട് കൊടുത്തു. കെട്ട് ടൈറ്റായി. അതിനുശേഷം വലിച്ച് ബാക്കിയുള്ളത് പൊട്ടിച്ചങ്ങ് കളയുക. ഇതിപ്പോൾ ഇവിടെ ഗ്രാഫ്റ്റിംഗ് ഇവിടെ ടൈറ്റായി നിന്നു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇതുപോലെ ഒരു സഞ്ചി എടുക്കണം. ഇത് നമുക്ക് ഹ്യൂമിഡിറ്റി ഇതിന് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതാ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതിങ്ങനെ പിടിച്ച് ഇങ്ങനെ കുറച്ച് ചുളിച്ചു കൊടുത്ത് ആ വെള്ളത്തിനെ അങ്ങ് കളഞ്ഞ് ഇത് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇത് പെട്ടെന്ന് നമുക്ക് ഗ്രാഫ്റ്റിംഗ് സക്സസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഹ്യൂമിഡിറ്റി ഇതിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നനച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലിങ്ങനെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഈ കവർ അല്ലെങ്കിൽ സിപ്പപ്പിൻ്റെ കവറായാലും മതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഇതിങ്ങനെ കൂട്ടിപ്പിടിച്ച് നമ്മൾ ഇതിനൊരു ഷേപ്പെല്ലാം ആയി കൊടുത്തതിന് ശേഷം നമ്മളിത് അടിഭാഗത്തുനിന്ന് ടൈറ്റിൽ എയർ കിടക്കാത്ത രീതിയിൽ നമ്മളിതൊന്ന് കയറിട്ട് കെട്ടിക്കൊടുത്തു. അപ്പം നമ്മളിത് ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞു. ഗ്രാഫ്റ്റിംഗ് രീതി നമ്മളിങ്ങനെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്ത് വെച്ച ഒരു 20 ദിവസം ഒക്കെ ആയ ഗ്രാഫ്റ്റിംഗ് ചെയ്ത് ഇതിൻ്റെ കവറൊക്കെ നീക്കം ചെയ്ത തൈകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിപ്പോൾ ഞാനൊരു 20 ദിവസം മുമ്പേ ഗ്രാഫ്റ്റിംഗ് ചെയ്ത് വെച്ചതാണ്. ഇതിൻ്റെയൊക്കെ കവറുകളൊക്കെ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ പാക്കറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്, ഇതായിട്ടില്ല. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ. ഇത് കണ്ടില്ലേ? ഇത് കണ്ടോ നിങ്ങൾ? ഗ്രാഫ്റ്റിംഗ് ചെയ്തിട്ട് ഇത് ഞാൻ മൾട്ടി ചെയ്താണ്. ഇത് 2 കമ്പ് കിട്ടിയതുകൊണ്ട് ഇത് 2 ഒരു കാട്ടിമൂണും ഒരു നാംഡോക്കുമായി ഇതിൽ ചെയ്ത് വെച്ചതാണ്. ഇതാണ് ടൈറ്റ് ആയത്. ഇനിയിപ്പോൾ ഇതിന് ശിഖരങ്ങളൊക്കെ വന്ന് കമ്പുകളൊക്കെ വന്നതിന് ശേഷം ഇത് കവർ നമ്മൾ റിമൂവ് ചെയ്യുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്താൽ ഇത്രയും പെട്ടെന്ന് നമുക്ക് മാവിൻ്റെ തൈകൾ നമുക്ക് മുളച്ച് കിട്ടുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇനിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.